വാക്യങ്ങൾ. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളം ആയിരുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും സംവദിച്ചും. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ തലമുറയിൽ ഗ്രഹിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന സത്യങ്ങൾ ഇന്ന് ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. അതിനായിട്ട് ഞങ്ങളെയും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒന്നാമത് പൗലോസ് ചോദിച്ച ചോദ്യമാണ് നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഈ വചനം ഇപ്പോൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ ചിലർ പാസ്റ്റർമാരും ചിലർ സുവിശേഷകന്മാരും ചിലർ വിശ്വാസികളും ആണ്. ശുശ്രൂഷകന്മാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു വിശ്വാസിയോട് ചോദിക്കുവാൻ ധൈര്യപ്പെടുമോ? വിശ്വാസികളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം സംബന്ധിച്ച് 2 ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ദൈവദാസന്മാരെ, നിങ്ങൾ ദൈവമക്കളോട് ഇപ്രകാരം ചോദിച്ചിട്ടുണ്ടോ? 2, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഈ 2 ചിന്തകൾ പ്രാരംഭത്തിൽ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കട്ടെ. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ എന്തുകൊണ്ട് എന്ന് 3ാമത്തെ ചോദ്യം. അപ്പോൾ 3 ചോദ്യങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിച്ചു. വിനയത്തോടുകൂടെ വീണ്ടും ചോദിക്കുകയാണ്. നിങ്ങളൊരു പാസ്റ്ററാണെങ്കിൽ, നിങ്ങളൊരു സുവിശേഷകനാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളോട് ഇപ്രകാരം ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഇന്നുവരെ ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? 3ാമത്തെ ചോദ്യം, ഇല്ല എങ്കിൽ എന്തുകൊണ്ട്? ഇല്ല എന്നത് 50% ശരിയാണ്. വളരെ കുറച്ച് ദൈവദാസന്മാർ മാത്രമേ അങ്ങനെ ചോദിക്കുന്നുള്ളൂ. വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമേ ഈ ചോദ്യം കേട്ടിട്ടുള്ളൂ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തെറ്റായ ധാരണകൾ, അറിവുകൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ അകത്ത് കയറി രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ദൈവകൃപയിലേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പറ്റി തെറ്റായ ധാരണകൾ
ലഭിച്ചു കഴിഞ്ഞു. അതിന് വളരെ ആളുകൾ സജ്ജരായിട്ടുണ്ട്. മനഃപൂർവമല്ല, ഞാൻ ഇങ്ങനെ പറയും, പിശാച് അത് തന്ത്രപരമായി ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ബൈബിൾ സ്കൂൾ നടത്തുന്നുണ്ട്. അത് ഈവനിങ് ബൈബിൾ സ്കൂളാണ്. ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ. ഏഴക്കരനാട് എന്ന സ്ഥലത്ത് പാസ്റ്റർ റോയിയുടെ ഭവനാങ്കണത്തിൽ 2 വർഷം മുമ്പ് ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പരിചയപ്രകാരം ഒരു സുവിശേഷകൻ ആ ബൈബിൾ സ്കൂള് സന്ദർശിക്കുകയും ഏകദേശം 500 രൂപയിൽ കൂടുതൽ വില വരുന്ന പുസ്തകം ആ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുകയും ചെയ്തു. തത്സമയം ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാമാന്യം അറിവുള്ള പരിജ്ഞാനമുള്ള ഒരു ദൈവഭൃത്യൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റർ, താങ്കൾ സ്ഥലത്തില്ലാതിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പുസ്തക വിതരണം നടന്നിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ ഇത്രാമത്തെ പേജ് പാസ്റ്റർ ഒന്ന് എടുത്തു നോക്കണം. ഞാൻ വേഗത്തിൽ ആ പുസ്തകം കണ്ടെത്തുകയും എന്റെ കൂട്ടുപ്രവർത്തകൻ പറഞ്ഞ പേജ് തപ്പിയെടുത്ത് വായിക്കുകയും ചെയ്തപ്പോൾ അന്യഭാഷ ഒരു തരം മാനസിക രോഗമാണെന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന ഒരു 2ാം അനുഭവം, സെക്കൻഡ് എക്സ്പീരിയൻസ് ഇല്ല എന്നും ക്രിസ്ത്യാനികളല്ലാത്ത ഇതര ജാതികൾ, ആദിവാസികൾ ഒക്കെ ലോകത്തിന്റെ പല കോണുകളിൽ കലിബിലോന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കോപ്പി അടിച്ചതാണ് ഇന്നത്തെ അന്യഭാഷയെന്ന് അല്പം പോലും ഉളുപ്പില്ലാതെ, ഭയമില്ലാതെ, മടുപ്പില്ലാതെ എഴുതി നല്ല മനോഹരമായ പേപ്പറിൽ അച്ചടിച്ച് കണ്ടാൽ ആരും കൊതിക്കുന്ന കവർ പേജിട്ട് പുസ്തകം പുറത്തിറക്കിയിട്ട് സൗജന്യ വിതരണം നടത്തുന്നു. ആ പുസ്തകം, അതിന്റെ പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടിസ്ഥാനങ്ങൾ എന്ന പേരാണ്. അപ്പോൾ അടിസ്ഥാന ഉപദേശമാണ് ആ എഴുത്തുകാരൻ പ്രതിപാദിക്കുന്നത്. അടിസ്ഥാന ഉപദേശത്തിൽ ഒന്നാമത് ദൈവം അല്ല, ഒന്നാമത് ബൈബിൾ, രണ്ടാമത് ദൈവം, മൂന്നാമത് മനുഷ്യൻ, ഇങ്ങനെ പോകുന്നു വിഷയങ്ങൾ. അതിൽ ദൈവം എന്ന വിഷയത്തിൽ പിതാവായ ദൈവം എന്ന വിഷയം മനോഹരമായി 10-25 പേജുകളിൽ വിവരിക്കുന്നു. കർത്താവായ യേശുവിനെ കുറിച്ചും 10-30 പേജുകളിൽ വിവരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചും അതിൽ കൂടുതൽ പേജുകൾ വിവരിക്കുന്നു. ഇത് വലിയ ബുക്കാണ്. ബൈബിളിന്റെ സൈസ് അല്ല. ഈ സ്കൂളിലെ പാഠപുസ്തകങ്ങളുടെ ആ വലിയ ടൈപ്പ് ഉണ്ടല്ലോ, നീളവും വീതിയും കൂടുതലുള്ള
അത്രയും വലിയ ബുക്കാണ്. എഴുത്തുകാരന്റെ പേരും സപ്ലൈ ചെയ്ത ആളുടെ പേരും ഒക്കെ എനിക്ക് അറിയാമെങ്കിലും വ്യക്തിഹത്യ നടത്തുന്നത് നീതിയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അപ്പോൾ മനോഹരമായ പേപ്പർ, മനോഹരമായ പ്രിന്റിങ്, മനോഹരമായ പുസ്തകം, ഈ ഒരു വിഷയം ഒഴിച്ച് മറ്റു വിഷയങ്ങളെല്ലാം വലിയ കുറ്റം പറയാനില്ല. അപ്പോൾ വിഷം വെറുതെ കൊടുക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? സ്വർണം ഒരിക്കലും വെറുതെ കിട്ടുകയില്ല. എന്നാൽ റോൾഡ് ഗോൾഡ് ചിലപ്പോൾ വെറുതെ കിട്ടുകയോ വിലക്കുറവിൽ കിട്ടുകയോ ചെയ്യും. സത്യോപദേശം പഠിപ്പിക്കുന്നവർക്ക് പുസ്തകം വെറുതെ കൊടുക്കാൻ കാശില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം അതാണ്. ആ പുസ്തകം അത്ര മനോഹരമാണ്. എന്റെ അലമാരിയിൽ ഇപ്പോഴും ഒരു കോപ്പിയെങ്കിലും കാണും. ഞാൻ അതിരുന്ന് വായിച്ചപ്പോൾ ഹൃദയത്തിന് വലിയ വേദനയുണ്ടായി. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചില്ല. കാരണം എന്റെ വിശ്വാസത്തെയും ഉപദേശത്തെയും അത് തകർത്തത് കൊണ്ടല്ല ഞാൻ ഉറങ്ങാഞ്ഞത്. ഈ പുസ്തകം ഒരു സാധാരണക്കാരനെ എത്രമാത്രം ചതിക്കും, എത്രമാത്രം വേദനിപ്പിക്കും എന്നോർത്തിട്ടാണ് ഞാൻ മനം നൊന്തത്. പ്രിയ സ്നേഹിതരെ, ഇതുപോലെ വിഷം സൗജന്യമായി കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തെറ്റായ അറിവ് സൗജന്യമായി ലഭിക്കുന്നു, നേരത്തെ തന്നെ ലഭിക്കുന്നു എന്നത് മറക്കണ്ട. അതിന്റെ മറുവശം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശരിയായ അറിവ് നേരത്തെ കൊടുക്കുന്നതിലും സൗജന്യമായി കൊടുക്കുന്നതിലും നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ സമ്മതിക്കണം. ഞാന് വിനയത്തോടുകൂടെ പറയുന്നു, വളരെ നാളുകൾ അധ്വാനിക്കുകയും അനേകം പുസ്തകങ്ങൾ കളക്ട് ചെയ്യുകയും ചെയ്ത് എൻ്റെ സഹോദരന്മാരായ കൂട്ടുവേലക്കാരായ പാസ്റ്റേഴ്സിന്റെ സഹായത്തോടുകൂടെ പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് 350 പേജുള്ള ഒരു പുസ്തകം തയ്യാറാക്കി. അതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ പുസ്തകത്തിന് 350 രൂപ വില കൊടുക്കേണ്ടി വരും. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൗജന്യമായി കൊടുക്കണമെന്നൊരാഗ്രഹമുള്ളത് കൊണ്ട് 200 രൂപയ്ക്ക് ആ പുസ്തകം ലഭ്യമാക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ വിവരം അറിയിച്ചാൽ കുറച്ച് കോപ്പികൾ ഉള്ളത് എത്തിച്ചു തരാം. ഒരു 250 രൂപ കൊടുത്ത് നിങ്ങളത് വാങ്ങിയാൽ ഞങ്ങൾക്ക് അടുത്ത പുസ്തകം കൂടെ പ്രിന്റ് ചെയ്യുവാൻ സാധിക്കും. പ്രസ്സിലെ വില 350 രൂപയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഫ്രീ കൊടുക്കാൻ സാധ്യമല്ല. കാരണം പ്രസ്സുകാര് ഫ്രീ തന്നില്ല, അതതിന്റെ കാര്യം. എന്നാൽ ദുരുപദേശം പ്രചരിപ്പിക്കുന്നവർക്ക് ഫണ്ട് കൊടുക്കാൻ ആളുണ്ട്. അല്ലാതെ എങ്ങനെ ഫ്രീ തരും? അതിനുവേണ്ടി പൈസ മുടക്കാൻ ഒരു ടീം തന്നെ തയ്യാറായിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് തെറ്റായ അറിവുകൾ സൗജന്യമായി ലഭ്യമാണ്. അതുകൊണ്ട് കർത്തൃദാസന്മാരെ, നിങ്ങൾ ദയവ് ചെയ്ത് പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണം. പുസ്തകം വില കൊടുത്തു വാങ്ങണം, എന്നാൽ ബൈബിൾ ക്ലാസ്സിന് വില കൊടുക്കണ്ടല്ലോ. അതെ, ഞങ്ങൾ സൗജന്യമായി ഇത് ചെയ്യുകയാണ്. ഒരു പൈസ മുടക്കണ്ട. നിങ്ങളിത് കേൾക്കണം, നിങ്ങളിതിൽ ഷെയർ ചെയ്യണം. സാധാരണ കുറച്ച് വെണ്ടയ്ക്ക
ചെറുതാക്കി മുറിച്ച് വെളിച്ചെണ്ണയിലിട്ട് ഒലത്തിയിട്ട് അതിന്റെ പടം വീഡിയോയിൽ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ് കരയുന്ന കൊച്ചു പെൺകുട്ടികളെ കാണാറുണ്ട്. അതുപോലെ ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. ഒരു ഫോണിൽ നിന്ന് ഒത്തിരി ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ ഇത് കിട്ടുന്ന 1000 പേര് 10 പേർക്ക് വീതം ഷെയർ ചെയ്താൽ ഈ സന്ദേശം സൗജന്യമായി അനേകരുടെ കൈകളിൽ എത്തും. പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് തെറ്റായ അറിവുകൾ സൗജന്യമായി ഈ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. നോക്കൂ, എഫേസോസ് സഭയുടെ അവസ്ഥ. എഫേസോസിലെ ആളുകൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇന്നത്തെ പല സഭകളിലെയും അവസ്ഥ ഇതാണോ? കേട്ടിട്ട് പോലുമില്ല. കൃപാവരങ്ങളെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അന്യഭാഷയെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. പ്രവചനവരത്തെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. രോഗശാന്തി ശുശ്രൂഷയെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷയെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, കണ്ടിട്ടില്ല. വെളിപ്പാടുകളുള്ള, വിവേചനമുള്ള, പ്രവചനമുള്ള ദൈവദാസന്മാരെ കണ്ടിട്ട് പോലുമില്ല. ഇങ്ങനത്തെ ഒരു തലമുറയാണോ ഇന്ന് വളർന്നു വരുന്നത്? അപ്പോൾ തന്നെ അക്ഷരങ്ങളെ നൂലിഴ കീറി വ്യാഖ്യാനിക്കാൻ കഴിവുള്ള വേദപണ്ഡിതന്മാർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ, അല്ല അപ്പോസ്തലന്മാരെക്കാൾ പാണ്ഡിത്യമുള്ള പാസ്റ്റർമാർ, ടീച്ചർമാർ, പ്രൊഫസർമാർ ഇന്ന് ക്രിസ്തു സഭയ്ക്കുണ്ട്. പത്രോസിന്റെ ലേഖനം പഠിക്കുവാൻ ഞാനൊന്ന് തീവ്ര ശ്രമം നടത്തി കുറെ പുസ്തകങ്ങൾ കളക്ട് ചെയ്തപ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മനസ്സിലൊരു ചോദ്യം ചോദിച്ചു. പത്രോസിന് എന്ത് പഠിത്തമുണ്ടെന്ന് നീ മറക്കരുത്. അതെന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. പത്രോസിന് എന്ത് പഠിത്തമുണ്ടെന്ന് നീ മറക്കരുത്. അപ്പോൾ പത്രോസിന്റെ ലേഖനം പഠിക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വരെ പോകേണ്ട കാര്യമുണ്ടോ? ഒരു മീൻപിടുത്തക്കാരനായിരുന്ന സാധാരണ വിദ്യാഭ്യാസം മാത്രമുള്ള ഈ മനുഷ്യന്റെ കൈകൊണ്ട് എഴുതിയ പുസ്തകം ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത വെളിപ്പാടല്ലേ? അത് ഗ്രഹിക്കാൻ ദൈവത്തെ സമീപിക്കുകയല്ലേ നല്ലത് എന്ന തിരിച്ചറിവ് എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരെക്കാൾ, ഒരു വാക്കുകൂടെ ഞാൻ കൂട്ടി പറഞ്ഞാൽ ഈശോ മശിഹയേക്കാൾ അറിവുള്ള, ഡിഗ്രികളുള്ള, ഡോക്ടറേറ്റ് ഉള്ള ടീച്ചർമാർ വന്നിട്ടുണ്ട്. അവരാരും തന്നെ, ഞാൻ ഒന്ന് ഇടയ്ക്ക് കയറ്റി പറയുന്നു, എല്ലാവരെയും അല്ല, അവരിൽ ഭൂരിഭാഗം തന്നെ പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് മിണ്ടാത്തവരാണ്. അതിൽ ചിലർ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്നവരുമാണ്. ഇതെത്ര കാലം പറയാതെ മനസ്സിലിങ്ങനെ മൂടി വയ്ക്കും? അതുകൊണ്ട് തുറന്നു പറയുന്നു, നമ്മുടെ സഭകൾക്ക് ഇക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ വർദ്ധിച്ചു, അഭിഷിക്തന്മാർ കുറഞ്ഞു.
അറിവുള്ളവർ കൂടി, വിളിയുള്ളവർ കുറഞ്ഞു. അഭിഷേകമുള്ളവർ കുറഞ്ഞു, അധികാരത്തിന്റെ പുറകെ പോകുന്നവർ ധാരാളം ഉണ്ടായി. ഇതിനൊരു മാറ്റം വരും, വരും, വരും നിശ്ചയം. അതിന്റെ മാറ്റത്തിന്റെ സമയമാണിത്. മാറ്റം വന്നേ പറ്റൂ. നമുക്ക് അതീവ ജാഗ്രതയോടെ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത് ആ ചോദ്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പൊ നമ്പർ 1, ഈ ക്വസ്റ്റ്യന്റെ പ്രാധാന്യത. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ? ചോദിക്കാം, ചോദിക്കണം. കാരണം അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഒരാള് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചെങ്കിൽ നമ്മൾ എത്രയധികം ചോദിക്കണം. ചോദിക്കാത്തത് കൊണ്ടല്ലേ ആളുകൾ ഈ വിഷയത്തെ കുറിച്ച് അറിയാത്തത്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ, സ്നാനപ്പെട്ടാൽ അവനോട് ചോദിക്കേണ്ട അടുത്ത ചോദ്യം നീ അഭിഷേകം പ്രാപിച്ചോ എന്നാണ്. അഭിഷേകം പ്രാപിച്ചോ എന്ന ആ വാക്ക്, അതേ പിടിച്ച് വഴക്കുണ്ടാക്കണ്ട, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആ വാക്ക് ഉപയോഗിച്ചാൽ തെറ്റുണ്ടോ? എന്നോടൊരു വേദാധ്യാപകൻ വിളിച്ചു പറഞ്ഞു, അഭിഷേകം പ്രാപിച്ചോ, അഭിഷേകം പ്രാപിച്ചോ എന്നുള്ള പദം അധികം ഉപയോഗിക്കരുത്, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചോ എന്നേ ചോദിക്കാവുള്ളൂ. ഓ ശരി, അങ്ങനെ ചോദിച്ചോളാം. പക്ഷെ ഇങ്ങനെ ചോദിച്ചെന്നോർത്ത് കുഴപ്പമുണ്ടോ എന്ന് ഞാൻ പഠിച്ചു എന്ന് ഞാൻ പറയുന്നത് ഒരു അഹങ്കാരമാകരുത്. പരിശോധിച്ചു. വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുമ്പോട്ട് പോകട്ടെ. ചോദ്യം: നിങ്ങൾ വിശ്വസിച്ചിട്ട്, രക്ഷിക്കപ്പെട്ടിട്ട്, സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ? ഇല്ല, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇത് ഇന്നത്തെ കാലത്തും വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതുകൊണ്ട് ഒന്നാം ഭാഗം ഇങ്ങനെ നമുക്ക് ഗ്രഹിക്കാം. ഒരു പാസ്റ്ററുടെ കടമയാണ് ഈ ചോദ്യം. ഒരു മുതിർന്ന വിശ്വാസിയുടെ കടമയാണ് ഈ ചോദ്യം. ഒരു മുതിർന്ന മാതാവ് സഭയിലെ സഹോദരിമാർ, യുവ സഹോദരിമാരോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്. അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? പിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മരുമക്കളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, വിവാഹമാലോചനയ്ക്ക് വേണ്ടി ഒരു നല്ല മോനും അവന്റെ അപ്പനും അമ്മയും പാസ്റ്ററും കൂടെ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരിയുടെ വീട്ടിൽ വന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല മനുഷ്യരാണ്, സിൻസിയറാണ്, നല്ല കുട്ടിയാണ്, പഠിത്തമുണ്ട്, ജോലിയുണ്ട്. എല്ലാം നന്നായിരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാണോ? ഉടനെ ഈ കുട്ടി അഥവാ ഈ മോൻ പാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി. ഉടനെ പാസ്റ്റർ പറഞ്ഞു, എന്റെ മുഖത്തോട്ട് നോക്കിയോണ്ട് കാര്യമില്ല, ഉത്തരം പറ. അവനാകെ ഒന്ന് പരിങ്ങി. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, അവൻ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് സമാധാനമായി, വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇന്ന് എന്റെ കൂടെ ശുശ്രൂഷകനായിരിക്കുന്ന ഒരു സഹോദരനോട് ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ്, അദ്ദേഹം ഒരു ആവശ്യത്തിന് എന്റെ അടുത്ത് വന്നപ്പോൾ, അന്ന് അദ്ദേഹം ശുശ്രൂഷകനല്ല, ഒരു പ്രാർത്ഥനാ വിഷയവുമായിട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ, അത് പെന്തിക്കോസുകാരുടെ ഒരു ചോദ്യമല്ലേ, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ ഒരു പുച്ഛഭാവത്തിൽ മറുപടി പറഞ്ഞു. ഈ ചോദ്യം എത്ര നാണം കെട്ടാലും ചോദിക്കണം. ഈ ചോദ്യം വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികളോട് ചോദിക്കണം. ഈ ചോദ്യം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന പിള്ളേരോട് ചോദിക്കണം. ഈ ചോദ്യം സുവിശേഷ വേലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളോട് ചോദിക്കണം. ഈ ചോദ്യം സൺഡേ സ്കൂൾ കുട്ടികളോട് ചോദിക്കണം. ഈ ചോദ്യം യുവജന മീറ്റിങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരോട് ചോദിക്കണം.
ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലാണ്. ഇതൊരു രജിസ്റ്റേർഡ് ചർച്ച് ആയതുകൊണ്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നു, അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്ക് മാത്രമേ ഭരണതലത്തിലേക്കും ശുശ്രൂഷാ തലത്തിലേക്കും വരാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതാണ് പെന്തക്കോസ്ത് സഭയുടെ ഫണ്ടമെന്റൽ ഡോക്ട്രിൻ, അടിസ്ഥാന ഉപദേശം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളോട് ഒരു സുവിശേഷകൻ ചോദിക്കുന്നു, സുഹൃത്തേ, നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുവോ? ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ 15ാമത്തെ വർഷം തിയോളജി പഠിക്കുക, 15ാമത്തെ വർഷം. ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ? ഇല്ല, പഠിച്ചോണ്ടിരിക്കുക. ഓ, എന്റെ ദൈവമേ, ഇവന്റെ കഷ്ടകാലമായി പോയല്ലോ എന്ന് ഞാൻ ഓർത്തു. 15 വർഷം 15 ലക്ഷം രൂപ ചെലവാക്കിയിട്ടും ഈ വിലയേറിയ ശക്തിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, പ്രാപിച്ചിട്ടില്ല. സങ്കടകരമായ ഒരു പോക്കാണിത്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകണം. ഡിഗ്രി എടുത്തിട്ട് സാക്ഷിയാകണമെന്നല്ല, ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകണമെന്നാ ബൈബിളില്. അപ്പൊ പാസ്റ്റർ ഡിഗ്രി എടുക്കുന്നതിനെതിരാണോ? അല്ല. പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കണം, അല്ല, പഠിക്കണം. പക്ഷേ 25 കൊല്ലമൊക്കെ സെമിനാരിയിൽ കഴിച്ചു കൂട്ടുന്നത് പാപമാണ്. ആ പണം വേസ്റ്റ് ആക്കുക, ആ സീറ്റ് ഒഴിച്ചുകൂടെ, അടുത്തയാൾ വരട്ടെ. പ്രാഥമിക അടിസ്ഥാന വേദപഠനം ലഭിക്കണം. അത് കഴിഞ്ഞ് ആത്മശക്തി പ്രാപിക്കണം. പ്രാർത്ഥനയിൽ ദൈവവുമായി ബന്ധപ്പെട്ട് ദൈവശക്തി സ്വന്തമാക്കണം, അല്ലാതെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ സുപ്രധാനമായ ചോദ്യം ചോദിക്കുവാനെങ്കിലും നമുക്ക് കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഈ സുപ്രധാനമായ ചോദ്യം ചോദിക്കുവാനെങ്കിലും നമുക്ക് കഴിയട്ടെ. ഇതാണ് എനിക്ക് ഈ 1-ാം ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചാട്ടെ. ശുശ്രൂഷകന്മാരെ, ഞാൻ നിങ്ങളെ ഉപദേശിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്, പക്ഷെ ഉപദേശിക്കുകയാണ്. അതെ, ഉപദേശിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. നിങ്ങളുടെ സഭയിലെ ജനങ്ങളെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന കാര്യത്തിൽ ഉത്സാഹിപ്പിക്കണം. നിങ്ങൾ അവരോട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുവോ എന്ന് ചോദിക്കണം. പ്രാപിക്കുന്നത് വരെയും പ്രാർത്ഥിക്കണം. സൺഡേ സ്കൂളിലെയും യുവജന പ്രവർത്തനങ്ങളിലെയും മുൻനിരയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കുട്ടികളെ ഈ കാര്യത്തിന് വേണ്ടി ഉത്സാഹിപ്പിക്കണം. നിങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അമ്മമാരെ, സഹോദരി സമാജത്തിന്റെ പ്രവർത്തകരെ, അനാവശ്യ കാര്യങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും ജീവിതം പാഴാക്കി കളയാതെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുവോ എന്ന് ചോദിക്കുവാനെങ്കിലും നമുക്ക് കഴിയട്ടെ. ആമേൻ. കർത്താവേ, അതിനുള്ള കൃപ, ധൈര്യം എല്ലാവർക്കും നൽകണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നേതൃത്വമാണ് ഇത് ചോദിച്ചത്. ആരാണ് ചോദിച്ചത്? The senior most leader of the ancient church. ആദിമ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ് ഈ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ആര് ചോദിക്കണം? പ്രസിഡന്റ് ചോദിക്കണം, സെക്രട്ടറി ചോദിക്കണം, നാഷണൽ ലീഡർ ചോദിക്കണം. കൊച്ചു പാസ്റ്റർമാരൊക്കെ ചോദിക്കുന്നുണ്ട്.
വലിയ പാസ്റ്റർമാരാരും ചോദിക്കുകയില്ല. കാരണം അവർ ഈ സബ്ജക്റ്റ് വിട്ടു. വലിയ ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ഉപദേശിമാർ ചോദിക്കുന്നു. ഒരു നിലവാരത്തിലെത്തിയാൽ പിന്നെ ഈ ചോദ്യം ചോദിക്കുകയില്ല. അതൊരു മോശം ചോദ്യം. സെമിനാരികളിൽ ഈ ചോദ്യം മിണ്ടിപ്പോകത്തില്ല. കാരണം സിലബസിൽ ഇല്ല ഈ സാധനം. സെമിനാരികളാണ് ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന മൂല്യച്യുതിയുടെ ഒരു ഉത്തരവാദി. ഞാൻ ബൈബിൾ കോളേജുകളിൽ സ്പിരിച്വൽ എംഫസിസ് നടത്താൻ പോകാറുണ്ട്. ഞാൻ അവരോട് പറയും, ഞങ്ങളുടെ സഭയിലെ ഏറ്റവും നല്ല കുട്ടികളെ പാടാനും പ്രാർത്ഥിക്കാനും പരസ്യവും നടത്താനും വാക്യം വായിക്കാനും മുൻപിൽ ചാടുന്ന കുട്ടികളെയാണ് ഞങ്ങൾ ഉത്സാഹിപ്പിച്ച് സെമിനാരിയിലോട്ട് വിടുന്നത്. അവിടെ വരുമ്പോൾ നിങ്ങൾ അവരെ കൊന്നുകളയരുത്. പലരും 3 കൊല്ലത്തെ പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൈകൊട്ടുകയില്ല, പാട്ട് പാടുകയില്ല, അനങ്ങുകയില്ല, കണ്ണടക്കിയ പോലും ഇല്ല. ഒരു വാക്യം പറഞ്ഞാൽ വായിക്കത്തില്ല. സമയം കൊടുത്താൽ ഒരു പ്രസംഗം തകർക്കും. അയ്യോ, ഇത് വലിയ ദുരന്തമാണ്. ഈ കുട്ടികളിൽ പലരും ഒരു പുതിയ സുവിശേഷ പ്രവർത്തന സ്ഥലം കണ്ടെത്തുകയോ ഒരു സഭ സ്ഥാപിക്കുകയോ ചെയ്യുകയില്ല. അവര് ലീഡേഴ്സിനെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ട് ഒരു സഭ കൈവശപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ പറയുന്നതിൽ ദുഃഖമുണ്ട്, പക്ഷെ പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കേണ്ടത് ലീഡേഴ്സാണ്, അധ്യാപകരാണ്, അപ്പോസ്തലന്മാരാണ്, പ്രധാന പൊസിഷൻ വഹിക്കുന്നവരാണ് ഇത് ചോദിക്കേണ്ടത്. ചോദിക്കാൻ അധികാരമുള്ളവർ ചോദിക്കണം. താഴേക്കിടയിലുള്ളവരെന്ന് ഞാൻ പറഞ്ഞാൽ താഴേക്കിടയിലുള്ള പാസ്റ്റർമാരെന്ന് പറഞ്ഞൊരു പാസ്റ്റർമാരൊന്നും ഇല്ല. പക്ഷെ നമ്മൾ അങ്ങനെ വരുത്തി തീർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഉന്നത ബിരുദമെടുക്കാത്തവരും കൊച്ചു സഭകളിൽ പ്രവർത്തിക്കുന്നവരും പുതിയ പ്രവർത്തന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായവരാണല്ലോ പാവപ്പെട്ട ഉപദേശിമാർ, കൊച്ചു പാസ്റ്റർമാരെന്ന് വിളിക്കുന്നത്. അവര് മാത്രമേ ഈ വിഷയം ചോദിക്കുന്നുള്ളൂ. സീനിയർ ലീഡേഴ്സ്, ടോപ്പ് ലീഡേഴ്സ്, റൂളിംഗ് ലീഡേഴ്സ്, ഭരണതലത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇത് ചോദിക്കുന്നുണ്ടോ? ചുരുക്കം ചിലരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവർ ഇനിയും വർദ്ധിച്ചു വരട്ടെ. ഞങ്ങളുടെ ഇവിടെ നല്ലതായിട്ട് ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ടൊരു യുവ സഹോദരൻ വന്നു. അദ്ദേഹത്തിന്റെ ബൈബിൾ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളൊക്കെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പേര് പറഞ്ഞുതരാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത് 40 കൊല്ലം ശുശ്രൂഷ പരിചയത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഒരുപാട് ഉന്നതന്മാര്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് ഞാൻ പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, എന്റെ ഒരു സജഷൻ പറയട്ടെ. ആത്മനിറവിലേക്ക് വചന ശുശ്രൂഷ അങ്ങോട്ട് കത്തിക്കയറുമ്പോൾ നിങ്ങൾ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. ആ ക്ലാസ് ലെസൺ തീർക്കാനുള്ള ബദ്ധപ്പാടിൽ നിങ്ങൾ ഓടുന്നു. ആ സമയത്ത് ജനമൊന്ന് ആത്മാവിൽ ആരാധിക്കാൻ നിങ്ങൾ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരുന്നു. പുള്ളി പെട്ടെന്ന് ഓട് നിർത്തി മിണ്ടാതിരുന്നു. അച്ചായൻ അർത്ഥമാക്കുന്നത് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കണമെന്നാണോ? ഞാൻ പറഞ്ഞു, അതെ. നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ വന്നില്ലേ? വന്നു. പിടിച്ചു നിർത്തിയതല്ലേ? അതെ. അതെന്താ? അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കണം. പരസ്യമായി അന്യഭാഷ പറയുന്നത് പൗലോസ് വിലക്കിയിട്ടുണ്ടല്ലോ.
അപ്പൊ എനിക്ക് മനസ്സിലായി, അറിവുള്ളവരായി ഈ കുഴപ്പമുണ്ടാക്കുന്നേ, അറിവില്ലാത്തവരല്ല. ഞാൻ പറഞ്ഞു, സമ്മതിച്ചു, യു ആർ കറക്റ്റ്. പരസ്യമായി അന്യഭാഷ സംസാരിക്കുന്നത് പൗലോസ് വിലക്കിയിട്ടുണ്ട്. ഓക്കെ, പൗലോസ് അന്യഭാഷ പറയുമോ? പറയും. അതെങ്ങനെയാ നമ്മൾ അറിഞ്ഞേ? പൗലോസ് അത് പരസ്യമായിട്ട് പറഞ്ഞതുകൊണ്ട്. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ സാറ് അന്യഭാഷ പറയുന്നില്ലെന്നല്ലേ ഞാൻ ഇത്രയും ദിവസം ക്ലാസ് കേട്ടപ്പോ മനസ്സിലാക്കിയത്. എന്നെ വിട്, ഈ യൗവനക്കാര്, ഈ പുതിയ വിശ്വാസികൾ എന്ത് മനസ്സിലാക്കും? ഓ, അദ്ദേഹം നല്ല വചനനിശ്ചയുള്ള ആളാ, പുള്ളി അന്യഭാഷ പറയത്തില്ല. എന്നെ പറ്റി ഒത്തിരി നല്ല സഹോദരന്മാര് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കമന്റ് ഉണ്ട്. നിങ്ങൾ ഈ പെന്തിക്കോസുകാരത്തെ ബാബു ചെറിയാനെ കണ്ടുപിടിക്കേ. പുള്ളി വചനം പറയുന്നതിനിടയ്ക്ക് അന്യഭാഷ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുള്ളി നല്ലൊരു ബൈബിൾ ക്ലാസ് എടുക്കുന്ന ആളാ, പ്രസംഗിയനാണ്. പക്ഷെ പുള്ളി അന്യഭാഷ പറയില്ല. അങ്ങനെ വേണം. എന്നാൽ ഇപ്പൊ ഒരു 5 കൊല്ലമായിട്ട് എന്നെ പറ്റിയുള്ള ആ സൽപ്പേര് പോയി. എന്താ കാര്യം? ജനം പരിശുദ്ധാത്മ നിറവിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ വെളിപ്പെടുത്തും. ഞാൻ എൻ്റെ സഹോദരനോട്, ഈ സാറിനോട്, ഈ ക്ലാസ് എടുക്കുന്ന സാറിനോട് ഞാൻ വിവരിച്ചു പറഞ്ഞു, സാറിനൊരു സഭയുണ്ടോ? ഉണ്ട്. ആ സഭ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു ചത്ത സഭയാവും. കാരണം ഉണക്ക പ്രസംഗം മാത്രമേ അവിടെ ലഭിക്കുന്നുള്ളൂ. സാർ ആത്മനിറവിന്റെ ആരാധനയെ ചവിട്ടി നിർത്തുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഉദാഹരണം കൊണ്ട് പറഞ്ഞോട്ടെ. ഒരു സാറ് പറഞ്ഞു ഞാൻ ഇരുന്നോണ്ട് ക്ലാസ് എടുക്കാമെന്ന്, ക്ഷീണം കാരണം. അപ്പൊ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ കിടന്നോണ്ട് കേൾക്കാമെന്ന്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ലീഡർമാര്, പ്രസംഗികര് ആത്മനിറവ് അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ എങ്ങനെ അടുത്ത തലമുറ ഇത് അറിയും? ഏതായാലും ആ അധ്യാപകനെ തിരുത്താനും സ്വാധീനിക്കാനും എനിക്ക് കഴിഞ്ഞു എന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ ഓർക്കും. അതുകൊണ്ട് അധ്യാപകരെ, വേദപണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, നിങ്ങൾ അന്യഭാഷ സംസാരിക്കുകയും ആത്മനിറവിന്റെ ശുശ്രൂഷകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങൾ പെന്തക്കോസ്ത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. കാരണം ബൈബിൾ മാത്രം പ്രസംഗിക്കാനാണെങ്കിൽ CSIയിൽ നല്ല പ്രസംഗിയരുണ്ട്, മർത്തോമയിൽ നല്ല പ്രസംഗിയരുണ്ട്, ബ്രദറൻ സമൂഹത്തിൽ നല്ല ഒന്നാം തരം പ്രസംഗിയരുണ്ട്. പക്ഷെ പെന്തക്കോസ്ത് എന്നൊരു സഭ എന്തിന് ഈ ഒരു കൂട്ടത്തെ ദൈവം വിളിച്ചു വേർതിരിച്ചത് പരിശുദ്ധാത്മ നിറവിലുള്ള ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും പ്രാമുഖ്യം കൊടുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചതാര്? ടോപ്പ് ലീഡേഴ്സ്. ഇനി ഉത്തരത്തിലേക്ക് കിടക്കാം. ആൻസർ എന്താണ്? പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അടുത്ത ചോദ്യം, എന്തുകൊണ്ട് കേട്ടിട്ടില്ല? ആരും പറഞ്ഞില്ല. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തിച്ച ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. ദയവായി ഈ പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 24 മുതൽ ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തികൾ 18-ന്റെ 24 മുതൽ ഒന്ന് വായിക്കാമോ?
അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്നു പേരുള്ള ഒരു യഹൂദൻ എഫെസോസിൽ എത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ വളരെ വാഗ്വൈഭവമുള്ള ഒരു പ്രസംഗിയൻ, തിരുവെഴുത്തിൽ സാമർഥ്യമുള്ള പ്രീച്ചർ. പക്ഷേ യോഹന്നാന്റെ സ്നാനമായി അറിയത്തുള്ളൂ. അപ്പൊ തിരുവെഴുത്തിൽ പ്രാമുഖ്യമുണ്ട്, പക്ഷെ പൂർണ്ണ ഉപദേശ സത്യം അറിയില്ല. അപ്പൊ വാചാലതയോടുകൂടെ പ്രസംഗിച്ചാലോ തിരുവെഴുത്തിൽ സാമർഥ്യമുണ്ടെങ്കിലോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണമെന്നില്ല. അപ്പൊ യോഹന്നാന്റെ സ്നാനം വരെ വന്നിട്ടുള്ളൂ. അതാ ഇവരും പഠിച്ചത്, അതാ എഫേസോസുകാരും പഠിച്ചത്. അപ്പോൾ നല്ല പ്രാസം ഒപ്പിച്ച് പ്രസംഗിക്കും, പായ തുടങ്ങി പായൽ അവസാനിപ്പിക്കും. എന്നാ ഭാഷയാ. അയ്യോ, ഓരോരോ പ്രസംഗം കേട്ടേച്ച് ഓരോരുത്തർ വന്ന് പറയുന്നു, എന്റെ പാസ്റ്ററെ ഒരു ഗ്ലാസ് വെള്ളം പോലും പുള്ളി കുടിച്ചിട്ടില്ല, ശ്വാസം വിട്ടിട്ടില്ല. എന്നാ ഭാഷയാ. എന്റെ സഹോദരന്മാരെ, അതിനേക്കാളൊക്കെ നല്ല പ്രസംഗിയർ ലോകത്തിലുണ്ടെന്നേ, രാഷ്ട്രീയ പ്രസംഗത്തിലുണ്ടെന്നേ. ഈ അപ്പല്ലോസിന്റെ ഒക്കെ ലെവലിലെ ഈ എഫേസോസിലെ ആളുകൾ എത്തിയിട്ടുള്ളൂ. എഫേസോസുകാരെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. തിരുവെഴുത്തിലെ സാമർഥ്യം ഒരുവനെ അഭിഷേകത്തിലേക്ക് നടത്തണമെന്ന് നിർബന്ധമില്ല. തിരുവെഴുത്തിനകത്ത് ഈ സത്യം തെളിയിച്ച് തിരിച്ചറിയുമാറാക്കിയെങ്കിലേ അഭിഷേകത്തിലേക്ക് നടത്തപ്പെടുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത് അറിഞ്ഞില്ല? ഇവരെ വചനം പഠിപ്പിച്ചവർക്ക് ഇതറിയില്ലായിരുന്നു. ഇത് തന്നെ കാര്യം. എന്തുകൊണ്ട് ഇവരിത് അറിഞ്ഞില്ല? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരാണ് ഇവരെ നടത്തിയത്. പിണക്കം, ദേഷ്യം വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പിണക്കും. പക്ഷെ പറയുക, അഭിഷേകം പ്രാപിക്കാതെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവര് എങ്ങനെ അഭിഷേകത്തെ കുറിച്ച് പറയും? അന്യഭാഷയിൽ സംസാരിക്കാത്തവർ എങ്ങനെ അന്യഭാഷയെ കുറിച്ച് സംസാരിക്കാൻ ജനത്തെ പ്രോത്സാഹിപ്പിക്കും? ആത്മനിറവിൽ ആരാധിക്കാത്തവർ എങ്ങനെ ആത്മനിറവിനെ കുറിച്ച് പറയും? കൃപാവരങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തവർ എങ്ങനെ കൃപാവരങ്ങളെ കുറിച്ച് പറയും? പ്രവചന ശുശ്രൂഷയെ കുറിച്ച് അറിയാത്തവർ എങ്ങനെ അതിനെക്കുറിച്ച് പറയും? ആരെങ്കിലും ചെറിയ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അവരെ തല്ലിക്കെടുത്തി കൊന്നുകളയുന്നതല്ലാതെ പ്രയോജനപ്പെടുത്താൻ ആരെങ്കിലും ഉത്സാഹിക്കുന്നുണ്ടോ? അപ്പോൾ എന്തുകൊണ്ട് ഇവർ അറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, അവരെ അത് പഠിപ്പിച്ചില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ കേൾക്കുന്നതിന് നന്ദി. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യോഹന്നാൻ സ്നാപകന്റെ മുഖ്യ വിഷയം എന്നായിരുന്നെന്ന് അറിയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, ആത്മസ്നാനമായിരുന്നു. പക്ഷെ യോഹന്നാന്റെ ശിഷ്യന്മാര് വന്നപ്പോ ആത്മസ്നാനം പറയുന്നില്ല. യോഹന്നാന്റെ സ്നാനമാരെ പറയുന്നു അപ്പല്ലോസ്, അല്ലെങ്കിൽ ആ ടീം. യോഹന്നാന്റെ കാലശേഷവും യോഹന്നാനിസം നിലനിന്നിരുന്നു. യോഹന്നാനിസം, യോഹന്നാന്റെ സഭ, അങ്ങനെയൊക്കെ സഭകളുണ്ടല്ലോ ഇപ്പം. ഓരോരുത്തരും ഓരോ സഭ സ്ഥാപിക്കുകയല്ലേ. അപ്പൊ യോഹന്നാൻ പറഞ്ഞു, ഞാൻ മശിഹയല്ല, മശിഹയുടെ ചെരുപ്പ് ചുമക്കാൻ ഞാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞിട്ടും യോഹന്നാന്റെ പേരിൽ ഒരു സഭ വളർന്നു വന്നു. കുറെ കാലത്തേക്ക് അത് നിലനിന്നു. എന്നാ യോഹന്നാൻ പറഞ്ഞത് പറയണ്ടേ? അത് പറയത്തുമില്ല. യോഹന്നാന്റെ മുഖ്യ വിഷയം എന്നായിരുന്നു അറിയാമോ? ആത്മസ്നാനം.
എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ വലിയവനാണ്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ട് അവർ കേട്ടില്ല? അവരെ നടത്തിയവർ അത് പറഞ്ഞില്ല. ഈ കുറ്റം നിങ്ങളുടെ മേൽ വരരുതേ പ്രിയപ്പെട്ട പാസ്റ്റർമാരെ. എന്നെ പല നാടുകളിൽ നിന്ന് ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട്, അഭിഷേകം പ്രാപിക്കുന്നതിന് എന്ത് ചെയ്യണം? ഞാൻ പറയും, അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ വിളിക്ക്. അങ്ങനെ വിളിക്കാൻ ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. സംശയമുണ്ടോ? അടുത്ത ക്ലാസ്സുകളിൽ വരേണ്ട വിഷയമാണെങ്കിലും ഇടയ്ക്കങ്ങ് പറയുക. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതൽ വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതൽ. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. വായിച്ചോ. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ, പിന്നീട് നമ്മൾ ഈ വാക്യത്തിലൂടെ വീണ്ടും വരും. കണ്ടോ, ഫിലിപ്പോസ് എന്ന ദൈവദാസനാണ് ഈ സ്ഥലത്തെ പാസ്റ്റർ. പാസ്റ്റർ അല്ല, സുവിശേഷകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒരു സാധാരണ സുവിശേഷകനാ പുള്ളി, പക്ഷെ ആത്മാക്കളെ നേടും. പദവികളൊന്നുമില്ല, പക്ഷെ ആത്മാക്കളെ നേടും. പേരും പെരുമയൊന്നുമില്ല, കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞാൽ ഡിഗ്രിയുമില്ല, പക്ഷെ ആത്മാക്കളെ നേടും. ആത്മാക്കളെ നേടാത്ത താന് പേരിന്റെ കൂടെ എന്തുണ്ടെങ്കിൽ എന്താ പ്രയോജനം? ഓക്കെ, അദ്ദേഹം കുറച്ച് വിശ്വാസത്തിലേക്ക് നടത്തി, കുറച്ച് പേരെ മാനസാന്തരത്തിലേക്ക് നടത്തി. അതിനകത്ത് മന്ത്രവാദി ഉൾപ്പെടെ സ്ഥാനപ്പെട്ടു വന്നു കേട്ടോ. മന്ത്രവാദികൾ ഉൾപ്പെടെ മാനസാന്തരം, ശരി മാനസാന്തരം അല്ല, എന്നാൽ ഈ മനുഷ്യനിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കണ്ടപ്പോൾ, ഈ മനുഷ്യന്റെ ശുശ്രൂഷയിലെ വലിയ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ, ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലെ ദൈവ സാന്നിധ്യം കണ്ടപ്പോൾ, ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയാൽ അനേകർ ആകർഷിക്കപ്പെട്ടു, ഒത്തിരി പേര് സ്ഥാനപ്പെട്ടു. പക്ഷേ ഇവരെ അഭിഷേകത്തിലേക്ക്, ഞാൻ എടുത്തു പറയുക, അഭിഷേകത്തിലേക്ക്, ആത്മനിറവിലേക്ക് നടത്തണമെന്ന ആഗ്രഹം ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അതിന് പ്രാപ്തിയുള്ളവരെ വിളിച്ചു വരുത്തി. അപ്പൊ എല്ലാവർക്കും എല്ലാ ശുശ്രൂഷയും ഇല്ല. എന്താ സമ്മതിക്കാനുള്ള കുഴപ്പം എന്താ? എല്ലാവർക്കും എല്ലാ ശുശ്രൂഷയും ഇല്ല. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ, ഇങ്ങനെ വിവിധ ശുശ്രൂഷകരുണ്ട്. അവരെ എല്ലാം നിങ്ങളുടെ സഭകളിൽ വിളിക്കണം. ഇത് വൺ മാൻ ഷോയാണ്. എന്റെ പ്രസംഗം മാത്രം കേട്ടാൽ മതി, മറ്റാരുടെ യോഗത്തിന് പോകരുത് എന്ന് പറഞ്ഞ് ജനത്തെ കെട്ടിയിടുന്നവർ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ കാലശേഷം അതൊരു കൾട്ടായി മാറും. ഒരൊറ്റ യോഗങ്ങൾക്ക് വിടുകയില്ല, ഒരൊറ്റ ദൈവദാസന്മാരെ സഭയെ കയറ്റുകയില്ല. ഞാൻ മാത്രം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചു. അങ്ങേരുടെ കാലശേഷം അതൊരു ദുരുപദേശ പ്രസ്ഥാനമായി മാറും. ഫിലിപ്പോസ് കൃപാവര ശുശ്രൂഷ ചെയ്യാൻ ആളെ വിളിച്ചു വരുത്തി. അങ്ങനെയാണ് വിളിച്ചു വരുത്തണം. ഇനി എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാം. വിളിച്ചു വരുത്തിയത് ആരെയെന്നറിയാമോ? പത്രോസിനെ പോലെയുള്ള വലിയ ആൾക്കാരെയാ. ഇന്ന് വിളിച്ചാ വരുവോ? അതാണ് പ്രശ്നം. ഇതൊക്കെ പറയുമ്പോൾ വെറുതെ ശത്രുത ഉണ്ടാവും, പക്ഷെ പറയാൻ നിവൃത്തിയില്ല. കാത്തിരിപ്പ് നടത്താൻ ആര് വരും? പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ലീഡർ വരുമോ?
വന്നിട്ടെന്താ പ്രയോജനം? ഇത് പറയാനാണല്ലോ ഈ ക്ലാസ്. ഇത് പറഞ്ഞിട്ട് ആരെങ്കിലും 4 കമന്റ് യൂട്യൂബിൽ എഴുതിയ അതിനെക്കുറിച്ച് വിഷമിക്കാനില്ല. ഇത് പറയാൻ വേണ്ടിയാണ് ഈ ക്ലാസ്. ഇത് 10,000-ങ്ങളെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അന്ത്യകാലത്ത് സകല ജനത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇത് ഈ നാളുകളിൽ ഭാരതത്തിൽ സംഭവിക്കട്ടെ. അസൂസ സ്ട്രീറ്റിലുണ്ടായ ഉണർവിന്റെ ബാക്കി വീണ്ടും ആവർത്തിക്കേണ്ട സമയമായി. 100 കൊല്ലം കഴിഞ്ഞു. 100 കൊല്ലങ്ങൾക്ക് മുൻപാണ് ചാൾസ് പെർഹാമിന്റെ ബൈബിൾ സ്കൂളിൽ ഉണർവ് ആരംഭിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണ് മാത്രം കാണുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു. ഒരു കണ്ണിന് കാഴ്ചയില്ല, കേടായി പോയി. അദ്ദേഹത്തിന്റെ പേര് വില്യം സൈമൂർ. അദ്ദേഹത്തെ ഹ്യൂസ്റ്റണിലുള്ള ആളുകൾ വേണ്ടവണ്ണം ആദരിച്ചില്ല. അപ്പോഴാണ് അസൂസയിൽ നിന്നൊരു അമ്മച്ചിയുടെ കത്ത് കിട്ടിയത്. ആ പാവപ്പെട്ട കറുത്ത മനുഷ്യൻ അങ്ങോട്ട് പോയി. അവിടെ നടത്തിയ യോഗം പോയി കണ്ടിട്ടുള്ളവരോട് ചോദിക്കണം. അസൂസ സ്ട്രീറ്റിലെ അമ്മച്ചിയുടെ വീട് ആളുകൾ ആരാധിച്ച് നൃത്തം ചെയ്ത് വീടിന്റെ തറയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. അതിപ്പോ ഗവൺമെന്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുക. ആ വീടിന്റെ വാതിക്കൽ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. വിളിച്ചാൽ ഉത്തരവാദിത്തമുള്ളവർ വന്ന് തുറന്നു കാണിച്ചു തരും. കാലിഫോർണിയയിൽ പോവുകയാണെങ്കിൽ അത് കാണിച്ചു തരാൻ പറ്റിയ ദൈവദാസന്മാരുണ്ട്. അവിടെ നമ്പർ തരാം. അസൂസ സ്ട്രീറ്റ് കാണാൻ ഞാൻ പോയി. എന്നാ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയ ടൗണ്. പക്ഷെ അവിടെ ഗവൺമെന്റ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. 100 കൊല്ലക്കാലം അല്ല, 10-20 കൊല്ലക്കാലം നീണ്ടു നിന്ന ഒരു ഉണർവിന്റെ ഓർമ്മയുടെ ഒരു ബോർഡ് ഗവൺമെന്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒറ്റക്കണ്ണൻ ഉപദേശിയിലൂടെ നടന്ന വലിയ ദൈവപ്രവൃത്തിയാണ് അസൂസ സ്ട്രീറ്റിലെ ഉണർവ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ എന്തു ചെയ്യണം? ആവിധ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളവരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 100 കൊല്ലം പഴക്കമുള്ള പെന്തക്കോസ്ത് സഭകളിൽ ഇപ്പോൾ ഏകദേശം 20 കൊല്ലമായി കാത്തിരിപ്പ് നിന്നുപോയി. തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവ് ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ചില പ്രത്യേക തരം പക്ഷികളുടെ കൂടിന്റെ വാതിക്കൽ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളാണിത്, അതുകൊണ്ട് ഇവയെ ഉപദ്രവിക്കരുത്. ഇതുപോലെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് പ്രവാചകന്മാർ. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കാത്തിരിപ്പിയോ. യൗവനക്കാരെ, വളരെ വിനയത്തോടെ നിങ്ങളുടെ പാദം പിടിച്ചു പറയും, നിങ്ങളുടെ ശുശ്രൂഷ വിജയിക്കണമോ? കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തണം. ദേശം ഇളകും, ഞാൻ ഉറപ്പു തരാം. ദേശത്തെ ജനങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അന്ധകാര ശക്തികളുടെ കെട്ടഴിച്ച് ജനത്തെ സ്വതന്ത്രമാക്കുന്ന ഒരു അധികാരത്തിന്റെയും അഭിഷേകത്തിന്റെയും ശുശ്രൂഷ ഏറ്റെടുത്തുകൊള്ളുക. ഓക്കെ, നമ്മൾ ഈ അധ്യായത്തിലെ അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കും. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിക്കാൻ വകുപ്പുണ്ട്. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ ധൈര്യമുണ്ടോ? വലിയ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുക എഴുതുകയൊക്കെ ചെയ്തല്ലോ, കൊള്ളാം, നന്നായിരിക്കുന്നു, വെൽ ഡൺ.
അഭിഷേകം പ്രാപിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഹൈദരാബാദിൽ നിന്ന് ഒരു മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ എന്നെ ഫോൺ ചെയ്തു, പാസ്റ്ററെ, പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഞാൻ വളരെ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് പോരാ, നിങ്ങളുടെ ചർച്ചിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞു, ലീവ് എടുക്കണ്ടേ? കുഴപ്പമില്ല, എനിക്ക് കുറച്ച് ജോലിയൊക്കെ കമ്പ്യൂട്ടർ വഴി ചെയ്യാം, ഞാൻ ലാപ്ടോപ്പുമായിട്ട് വരാം. അങ്ങനെ ഇവിടെ ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് ഉള്ളപ്പോൾ പുള്ളി വന്നു. പുള്ളിക്കാരനാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പാസ്റ്ററോട് ഈ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ പാസ്റ്റർ എന്ത് പറഞ്ഞു? അയ്യോ, ആ നല്ല പാസ്റ്ററാ, പുള്ളി തിയോളജിയിലെ ബിരുദാനന്തര ബിരുദമുള്ള ആളാ. എന്നിട്ടോ പുള്ളിക്കാരൻ എന്റെ തോളെ തട്ടിച്ച് പറഞ്ഞു, വരമല്ല, ഫലമാണ് പ്രധാനം. നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആളോട് പറയുക, വരം പ്രാപിക്കാൻ വേണ്ടി ഒന്നും വിഷമിക്കേണ്ട, ഫലം കാഴ്ചാൽ മതി. എനിക്ക് കാര്യം മനസ്സിലായി. പുള്ളിക്കാരൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ആര്? ഈ നടത്തിപ്പുകാരൻ. അങ്ങനെയല്ല, എന്റെ ധാരണ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ആ ഒരു സംഭവം മാത്രമല്ല, ഇതെല്ലായിടത്തൊന്നും എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ്. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. അതിനുവേണ്ടി ഒരു മീറ്റിംഗ് ഇല്ല. കോൺഫറൻസ് ഉണ്ട്, കൺവെൻഷൻ ഉണ്ട്, ക്രൂസൈഡ് ഉണ്ട്. പക്ഷേ എവിടെ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയുള്ള മീറ്റിംഗ്? നമ്മുടെ ചെറുപ്പക്കാർ ഗുണം വരണമെങ്കിൽ, നമ്മുടെ തലമുറ നന്നാകണമെങ്കിൽ അവർ ആത്മനിറവ് പ്രാപിക്കണം. കൈവച്ചു പ്രാർത്ഥിച്ചു. ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് ചിന്ത അവസാനിപ്പിക്കാം. ആ പുരുഷന്മാരെല്ലാം കൂടി 12ഓളമായിരുന്നു. എന്താണെന്നറിയാവോ എനിക്ക് ഒടുവിൽ പറയാനുള്ളത്? അത് മുഴുവൻ പുരുഷന്മാരായിരുന്നു. എന്താ അതിന്റെ പ്രാധാന്യത പറയാം. ഇപ്പോഴത്തെ ഒരു കമന്റ് ആണ്, കുറച്ച് പെണ്ണുങ്ങൾ കിടന്നുകൊണ്ട് ചുമ്മാ ഒച്ച വെക്കുന്നതല്ലാതെ അറിവുള്ള പുരുഷന്മാർ വല്ലരും ഈ അന്യഭാഷ പറയുന്നുണ്ടോ? കേട്ടോ? ഇപ്പോഴത്തെ ഒരു ചോദ്യ, എന്റെ ചെവി കൊണ്ട് കേട്ടതാ. നിങ്ങളുടെ സഭയിലെ ഈ കുറച്ച് സഹോദരിമാര്, അവര് ആ ഭാഷയൊന്നും അല്ല ഉപയോഗിക്കുന്നത്, പെണ്ണുങ്ങളെന്നാ ഉപയോഗിക്കുന്നത്. കുറച്ച് സഹോദരിമാര് കിടന്നുകൊണ്ട് തുള്ളുകയും ചാടുകയും ഏതാണ്ടൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നതല്ലാതെ വിവരമുള്ള പുരുഷന്മാരാരെങ്കിലും ഉണ്ടോന്ന് അഭിഷേകം പ്രാപിച്ചു. ഇന്നത്തേണ്ട് നോക്ക്, ഇത് 12 പേരും നല്ല ജെന്യുവിൻ ചെറുപ്പക്കാരാ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ നടന്നത്. ഈ അനുഭവത്തിന്റെ പിന്നിലത്തെ താക്കോൽ എന്നാന്നറിയാവോ? ആ ചോദ്യം. അതേ സമയത്ത് നീ ഗ്രീക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിലോ, നിനക്ക് ഹീബ്രു അറിയാവോ എന്ന് ചോദിച്ചിരുന്നെങ്കിലോ, ഇതൊക്കെയാ ചോദ്യം. ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ജോണിക്കുട്ടി പാസ് പലയിടത്തും സാക്ഷി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് 2 ഭാഷ അറിയത്തുള്ളൂ, ഒന്ന് മലയാളവും 2 അന്യഭാഷ. പക്ഷെ പുള്ളിക്കാരൻ പോയ എത്രയും രാജ്യത്ത് ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 12 പുരുഷന്മാരായിരുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം അല്ല, നാളെ തന്നെ ഈ ക്ലാസിന്റെ ബാക്കി തുടരുന്നതാണ്. പ്രിയ കർത്താവേ, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ഈ വചനം കേൾക്കുന്നവരുടെ ബുദ്ധിയെ തുറക്കണമേ. ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്യുന്ന വാക്കുകൾ അടിയന്റെ വായിലൂടെ വന്നെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കുകയും അവരെ സത്യത്തിലേക്ക്, ദൈവ ഉദ്ദേശത്തിലേക്ക്, ദൈവ പദ്ധതിയിലേക്ക്, ദൈവ ഹൃദയത്തിലേക്ക് അവരെ തിരിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.